ചട്ടമ്പിസ്വാമിയുടെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിക്കാനിടയായി നായന്മാര് നാഗത്താന്മാരായിരുന്നു എന്ന് വായിക്കാനിടയായി. നാഗത്താന്മാരെന്ന് വെച്ചാൽ ജൈനരാണ്. പിന്നീട് ഞാൻ ഇതിന്റെ ഉര എഴുതാൻ വേണ്ടി ഇതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, കേരളത്തിൽ അന്നുണ്ടായിരുന്ന തമിഴകത്ത് ഉണ്ടായിരുന്ന ജൈനന്മാരുടെ എല്ലാം വീടുകളോട് ചേർന്ന് നാഗക്കാവുകൾ ഉണ്ടായിരുന്നു. അത് ബൗദ്ധർക്കില്ലായിരുന്നു. ജൈനരുടെ വീടിനോട് ചേർന്ന് വീടിന്റെ പുറകിലായിട്ട് നാഗക്കാവുകൾ ഉണ്ടായിരുന്നു. നാഗക്കാവില് ആണ് ഈ നാഗ രാജാവിനെയും നാഗയക്ഷിയെയും വെച്ച് പൂജിക്കുന്നത്. കാര്യം നാഗരാജാവ് എന്ന് പറയുന്നത് ധരണേന്ദ്രൻ എന്ന് പറയുന്ന നാഗമാണ്. നാഗയക്ഷി എന്ന് പറയുന്നത് പത്മാവതി എന്ന് പറഞ്ഞ പത്നി എന്ന് പറയുന്ന നാഗമാണ്. ഇതിൻ്റെ ഒരു കഥയുള്ളത്, പാർശ്വനാഥൻ എന്ന് പറയുന്ന ജൈന തീർത്ഥങ്കാരൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നു. അത് ഒരിക്കലും ഇങ്ങനെ ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു യാഗം നടക്കുന്നു, ബ്രാഹ്മണരുടെ യാഗം നടക്കുന്നു. ഒരു കാട്ടിൽ യാഗം നടക്കുകയാണ്. ഈ യാഗത്തിൽ നാഗങ്ങളൊക്കെ ഇങ്ങനെ ചുട്ട് കൊല്ലപ്പെടുമെന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം 2 നാഗങ്ങളെ രക്ഷിക്കുന്നുണ്ട്. ആ നാഗങ്ങളാണ് ഈ ധരണേന്ദ്രനായും പത്നിയുമായിട്ടും പുനർജനിക്കുന്നത്. അങ്ങനെ അവർ നാഗലോകത്തിന്റെ അധിപരായി തീരുന്നു എന്നാണ് ജൈനസങ്കല്പം. അങ്ങനെ ഈ പാർശ്വനാഥൻ എന്ന് പറയുന്ന രാജകുമാരൻ അദ്ദേഹത്തിന്റെ ഭൗതിക ജീവിതമെല്ലാം ഉപേക്ഷിച്ച് ആധ്യാത്മിക ജീവിതത്തിലേക്ക് തിരിഞ്ഞ് ധ്യാനത്തിൽ ഏർപ്പെട്ട് തീർത്ഥങ്കരനായ സമയത്ത് ഈ നാഗങ്ങൾ അദ്ദേഹത്തിനെ വന്ന് അത് ഒരുപാട് പുറം ലോകത്തു നിന്നൊക്കെ ഒരുപാട് എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഇദ്ദേഹം ജൈന മതം സ്വീകരിച്ചപ്പോൾ ഒരുപാട് എതിർപ്പ് നേരിടേണ്ടി വന്നു. അപ്പം അവരിൽ നിന്നൊക്കെ ആ എതിർപ്പിൽ നിന്നൊക്കെ ഇദ്ദേഹത്തെ സംരക്ഷിക്കാനായിട്ട് ഈ 2 നാഗങ്ങൾ വന്ന് ഇദ്ദേഹത്തിന് സംരക്ഷണം നൽകിയായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇടം ഫലമായിട്ട് ഈ ധരണേന്ദ്രനും പത്നിയും വന്ന് പണം വിടർത്തി ഇങ്ങനെ നിന്നു എന്നപ്പോൾ നമ്മൾ ഈ പാർശ്വനാഥ തീർത്ഥങ്കരന്റെ പടം ഇവിടെ കണ്ടാലേ അതിനകത്ത് ഈ നാഗം ഉണ്ടാവും. അതുകൊണ്ട് ജൈനന്മാരെ പിൽക്കാലത്ത് ഈ നാഗങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ നാഗങ്ങളെ ആരാധിച്ച ജൈനന്മാരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രാഹ്മണിക് അധിനിവേശം വന്ന ഈ 8th and 9th സെഞ്ചുറിയിലുണ്ടായ അധിനിവേശത്തിൽ അവർക്ക് കീഴടങ്ങി കൊടുക്കുകയായിരുന്നു ജൈനന്മാർ കീഴടങ്ങി കൊടുത്തവരെ എല്ലാം തന്നെ അവരെ ശൂദ്രന്മാരാക്കി. അങ്ങനെ നാഗങ്ങളെ ആരാധിച്ചവരാണ് നായന്മാരായി മാറിയതെന്ന് ചട്ടമ്പിസ്വാമി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ചരിത്ര വസ്തുത എനിക്കറിയില്ല, പക്ഷേ ഞാൻ അദ്ദേഹം എഴുതിയത് പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ബൗദ്ധന്മാർ ഒരിക്കലും വഴങ്ങിക്കൊടുത്തിരുന്നില്ല. ആ ബൗദ്ധന്മാരാണ് ഇവിടുത്തെ മ്ലേച്ഛ സമൂഹമായിട്ട് മാറിയത്. അവരെയാണ് ചണ്ഡാളരായിട്ട് മുദ്രകുത്തിയത്.